അപ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്, സഭയെ സ്നേഹിച്ചത്? കുറവുകളോടുകൂടെ. അങ്ങനെയല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കേണ്ടതും എങ്ങനെയാണെന്ന് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു. കുഞ്ഞുങ്ങളെ, മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസഭയിൽ നമ്മുടെ സഹപ്രവർത്തകരോടുള്ള നമ്മുടെ സ്നേഹം എന്തായിരിക്കണമെന്നും തിരുവെഴുത്തിൽ കാണുന്നു. കർത്താവ് നമ്മളോട് സ്നേഹിച്ചതുപോലെ കുറവുകളോടുകൂടെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. നമ്മളാരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നമ്മളാരും ഭയങ്കര പൂർണ്ണരായതുകൊണ്ടല്ല, നമ്മളാരും കംപ്ലീറ്റ് ആയതുകൊണ്ടല്ല. നമ്മുടെ ന്യൂനതകളെ, നമ്മുടെ കുറവുകളെ അറിഞ്ഞുകൊണ്ട് തന്നെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കുഴപ്പക്കാരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്, തെരഞ്ഞെടുത്തത്. നമ്മുടെ യോഗ്യതകൾ ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നോക്കിയാൽ അയോഗ്യതകൾ മാത്രമായിരുന്നു. നമ്മുടെ അയോഗ്യതകളാണ് അവൻ യോഗ്യതകളായി കണ്ടത്. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവായ ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ചു, പ്രിയപ്പെട്ടവരെ.